കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. പിറവന്തൂർ, തെന്മല, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തുകളിലെ മലയോര മേഖലയിലെ താമസക്കാരാണ് കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടുന്നത്. വനം വകുപ്പ് ജീവനക്കാർ മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ലെന്ന് പരാതിയും ശക്തമാകുന്നു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ താമസക്കാരാണ് കാട്ടാന ശല്യത്താൽ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. 6 മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. വീടിന് സമീപത്തായുള്ള കോഴിക്കോട്, ബാത്റൂം, റബ്ബർ ഷീറ്റ് പുര ഉൾപ്പെടെ ആനകൾ തകർക്കുകയും കൃഷിക്ക് വലിയ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്യുകയാണ്. തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ 1-ാം വാർഡായ ചെറുകടവിൽ ജനവാസ മേഖലയിൽ ആന ഇപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ്. പടക്കം പൊട്ടിച്ചും പാട്ട കൊട്ടിയും വനത്തിലേക്ക് തുരത്താൻ ശ്രമിച്ചാൽ അല്പം കഴിഞ്ഞ് വീണ്ടും തിരികെ വരികയും കൃഷിനാശമുണ്ടാക്കുകയും ചെയ്യുന്നു. മലയോര മേഖലയിലെ കർഷകരെ കുടിയൊഴിപ്പിക്കാനും വനത്തിൽ കയറിയാൽ കള്ളക്കേസിൽ പ്രതിയാക്കാനും വനം വകുപ്പ് കാണിക്കുന്ന ഊർജിതം മലയോര മേഖലയിലെ താമസക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ കാണിക്കുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞു മടുത്തു. എന്നെ അവര് കുറ്റം പെടുത്തുന്ന നോക്കും. ആരും ഒരു സമയത്ത് 8 മണിക്ക് ഇവിടെ ഒരു ആന വന്നു നിന്നാലോ 2-3 വന്നു നിന്നാലോ കൊണ്ട് അവര് വരുത്തില്ല. അവർക്ക് സമയമില്ല. അവര് പടയണിപ്പാറ മറ്റടുത്ത ഇതാണെന്നും പറഞ്ഞിരിക്കുന്ന ചുമതലപ്പെടുത്തിയേക്കുന്ന എന്നെ ഞാൻ എന്തോ ചെയ്യാൻ പറ്റും. ഇന്നലെ കണ്ട് അവര് ചെന്ന് അതിനെ ഒരു ആക്ഷേപം ഉണ്ടാക്കിയെന്ന് പറയുന്നു. അതും അവരുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ്. ഇല്ലെങ്കിൽ അവരത് പ്രതികരിക്കത്തില്ല. അവിടെ ചെല്ലുന്ന അവർക്ക് സമാധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാകാം. ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ, 10-25 ഉദ്യോഗസ്ഥന്മാരുള്ള. അവിടെ ചെല്ലുമ്പോൾ 1-2 ഉദ്യോഗസ്ഥന്മാരെ അവിടെ കാണുള്ളൂ. കള്ളക്കേസിനകത്തൊക്കെ പ്രതിയാക്കാനും അതേപോലെ ഉള്ള വേണ്ടാദിനങ്ങൾ കാണിക്കാനും അവർ സൈഡ് ആണ്. അല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇപ്പം കോങ്കിലി ഭാഗത്തുനിന്ന് ആൾക്കാരെ ഇറക്കി വിട്ടു. അതിൽ എത്ര പേർക്ക് പൈസ കൊടുക്കാനുണ്ട്? അവര് പറയുന്നു ഓരോരുത്തരുടെയും ഒരേ രീതികൾ പറയുന്നു. അതുപോലെയാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. നമുക്ക് അവിടുന്ന് അംഗനവാടിയും സ്കൂളും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ ആന തമ്പടിച്ചിരിക്കുന്നത്. അംഗനവാടി കുട്ടികളെ നാട്ടുകാർ ആനയിൽ നിന്നും സംരക്ഷണ വലയം തീർത്താണ് കൊണ്ടുപോകുന്നത്. അംഗനവാടിയിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവര് ഇതുവഴിയെ പോകുന്നത്. ആ പകൽ സമയത്തും ആന ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ പകൽ സമയത്ത് ആന ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ കുഞ്ഞുങ്ങളെ മക്കളെ ആന പോകണമെന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങളെ ഇതുവഴി കൊണ്ടുപോയിട്ടുണ്ട്. ആ സമയത്ത് പോലും ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോലും നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ മേഖലയിൽ. അറിയോ? അക്കരെ സ്കൂള് ഏത് രാഷ്ട്രീയക്കാരുടെ അവിടെ ഇതിനകത്ത് ആന പുരയിടത്തിലും വീടുകളിലും നാശം വിതയ്ക്കുമ്പോൾ വനംവകുപ്പിനെ എത്ര വിളിച്ചാലും എത്താറില്ലെന്നും ആക്ഷേപമുയരുന്നു. മലയോര മേഖലയിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്യുകയാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഒരു ഫോൺ ചെയ്താൽ അവരെടുക്കത്തില്ല. എടുത്താൽ അവർ മണിക്കൂർ കഴിഞ്ഞാൽ ഒന്ന് വരുന്നേ. ഒരു ജീവന് വില ഇല്ലയോ? അവരുടെ ഭൂമിക്ക് വിലയുണ്ടോ? ഒരു ജീവന് വിലയുണ്ടോ? ഒരുത്തരെ രാത്രി വിളിച്ചു. അവർക്കറിയാം ഈ നരന്റെ വീടെന്ന് പറയുന്നത്. അവിടെ എത്രയോ പ്രാവശ്യം അവര് വന്നിട്ട് എന്തോ ഞങ്ങൾ ഓടിച്ചെന്ന് അങ്ങോട്ട് ചെന്ന് അതിനെ പോയി അവരും 2 ജീവൻ അവിടെ കിടക്കുന്നേ. ന്യൂസ് ബ്യൂറോ, പുനലൂർ.